ഹായ് ഹലോ ആൻഡ് നമസ്കാരം എവരിവൺ. MSOC UK വീക്ക്ലി റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ വാർത്തകളുമായി ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ആർ.എൻ. പെരിങ്ങാട്ട്. Now let's get on to the news. MSOC കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ഫാമിലി കോൺഫറൻസ് ഈ വർഷം ബർമിംഗ്ഹാമിൽ വെച്ച് നടത്തപ്പെടുന്നു. സെപ്റ്റംബർ 27-28 തീയതികളിൽ റഡിച്ച് സെന്റ് ജോസഫ് യാക്കോബായ സുറിയാനി പള്ളി ആതിഥേയത്വം വഹിക്കുന്നു. മലങ്കരയുടെ മെത്രാപോലിത്തയും ശ്രേഷ്ഠ കാതോലിക്കയുമായ ആബുൻ മോർ ബെസേലിയോസ് ജോസഫ് ബാവ ഈ വർഷത്തെ ഫാമിലി കോൺഫറൻസിൽ പങ്കെടുത്ത് അനുഗ്രഹിക്കുന്നു. UK ഭദ്രാസനത്തിന്റെ പാട്രിയാർക്കൽ വികാർ അഭിവന്ദ്യ ഐസക് മോർ ഒസ്താത്യോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ വിവിധ കമ്മിറ്റികളുടെയും കൺവീനർമാരുടെയും നേതൃത്വത്തിൽ ഫാമിലി കോൺഫറൻസിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തിവരുന്നു. ഈ വർഷത്തെ ഫാമിലി കോൺഫറൻസിൽ റവറൻ ഫാദർ സോജു M. തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി അനുഗ്രഹിക്കുന്നു. ബാംഗ്ലൂർ വൈറ്റ്ഫീൽഡ് ഹോസ്കോട്ടെ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ തോമസ് ലീഹായുടെ ദുക്രോണ പെരുന്നാളും ദേവാലയം സ്ഥാപിച്ചതിന്റെ 2ാം വാർഷിക പെരുന്നാളും പുതുതായി നിർമ്മിച്ച സെന്റ് മേരീസ് പാരിഷ് ഹാളിന്റെ കൂദാശയും സംയുക്തമായി ജൂലൈ 12-13 തീയതികളിൽ നടന്നു. ശ്രേഷ്ഠ കാതോലിക്കയും മലങ്കര മെത്രാപോലിത്തയുമായ ആബുൻ മോർ ബെസേലിയോസ് ജോസഫ് ബാവ പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിച്ചു. UK ബാംഗ്ലൂർ മൈലാപ്പൂർ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഐസക് മോർ ഒസ്താത്യോസ് മെത്രാപോലിത്ത, വികാരി ഫാദർ പ്രവീൺ കുര്യാക്കോസ് കൊടിയാറ്റിൽ, ട്രസ്റ്റി ശ്രീ നിബു ഹാബേൽ, സെക്രട്ടറി ശ്രീ റോബിൻ ഐസക്, ശ്രീ ബിജു വർഗീസ് തുടങ്ങിയവർ സംബന്ധിച്ചു. സന്ധ്യപ്രാർത്ഥനയെ തുടർന്ന് അഭിവന്ദ്യ കൗമ റംബാൻ വചന സന്ദേശം നൽകി. പ്രധാന പെരുന്നാൾ ദിവസം നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് അഭിവന്ദ്യ ഐസക് മോർ ഒസ്താത്യോസ് മെത്രാപോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുതുതായി നിർമ്മിച്ച സെന്റ് മേരീസ് പാരിഷ് ഹാളിന്റെ കൂദാശ കർമ്മവും പള്ളിയുടെ മുഖവാരത്തിന്റെ സമർപ്പണവും മെത്രാപോലിത്ത നിർവഹിച്ചു. തുടർന്ന് ആദ്യഫല പെരുന്നാളും പ്രദീക്ഷണവും നേർച്ചാ സദ്യയും നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ പെരുന്നാളിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ചു. UK നോർത്ത് വെസ്റ്റ് റീജിയണൽ കലോത്സവത്തിൽ 3ാം സ്ഥാനം ലഭിച്ച ലിവർപൂൾ സെന്റ് മേരീസ് സൺഡേ സ്കൂൾ കുട്ടികളെയും പരിശീലിപ്പിച്ചവരെയും ഇടവകയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഇടവകയുടെ വികാരി ഫാദർ എൽദോ രാജൻ, ഇടവക അംഗവും മുൻ വികാരിയുമായ ഫാദർ അഖിൽ ജോയ്, പള്ളി സെക്രട്ടറി ശ്രീ ബിനി വർക്കി, ട്രസ്റ്റി ശ്രീ ജിതിൻ ജോൺ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളെ കൂടാതെ പരിശീലനം നൽകിയ അധ്യാപകർ, രക്ഷകർത്താക്കൾ എന്നിവരെയും യോഗം അഭിനന്ദിച്ചു. സുവിശേഷ സമാജം മെത്രാപോലിത്ത അഭിവന്ദ്യ മാർക്കോസ് മോർ ക്രിസ്തോസ്മോസ് തിരുമേനിയെ ബെൽഫാസ്റ്റ് യാക്കോബായ ഇടവകയിലെ സെക്രട്ടറി ശ്രീ പോൾ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ മറ്റ് അംഗങ്ങളും ചേർന്ന് ബെൽഫാസ്റ്റ് എയർപോർട്ടിൽ സ്വീകരിച്ചു. മലങ്കര സുറിയാനി ഓർത്തഡോക്സ് ചർച്ച് UK കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാവായ്ക്ക് സ്വീകരണവും കുടുംബ സംഗമവും. ഈ പ്രോഗ്രാമിന്റെ ആക്ടിവിറ്റീസിന്റെ പേഴ്സണൽ ഇൻചാർജുമാരായി റവറൻ ഫാദർ അഖിൽ ജോയ്, റവറൻ ഫാദർ ഏലിയാസ് വർഗീസ് എന്നിവരെ ചുമതലപ്പെടുത്തി. സ്റ്റോക്കൺട്രൻ സെന്റ് കുര്യാക്കോസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കുര്യാക്കോസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ജൂലൈ 19, 20 ശനി ഞായർ ദിവസങ്ങളിൽ ആചരിച്ചു. പെരുന്നാളിനോട് അനുബന്ധിച്ച് വിശുദ്ധ കുർബാനയും പ്രദീക്ഷണവും ആശീർവാദവും നടത്തപ്പെട്ടു. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ഹോൺ ഓവർ മിഷന്റെ അഭിവന്ദ്യ മോർ അന്തോണിയോസ് യാക്കോബ് മെത്രാപോലിത്തയ്ക്ക് ജന്മദിന ആശംസകൾ. Now, here are some of the top stories making headlines around the UK. Voting age reform in the UK. Young people in the UK could soon have their say at the ballot box earlier than ever before. Under new government plans, 16 and 17-year-olds will be eligible to vote in the next general election. The proposal is part of a broader elections bill, which also includes expanded voter ID options such as UK-issued bank cards, automatic voter registration, and stricter rules on political donations to guard against foreign influence. London to Berlin rail link announced. The UK and Germany have signed a historic agreement to establish a direct rail connection between London and Berlin. The so-called Kensington Treaty also outlines additional travel and education initiatives, including the rollout of e-gates for frequent travellers beginning next month, and a renewed focus on school exchange programs between the two nations. Plane crash shuts down London Southend Airport. London Southend Airport remains closed until further notice, following a dramatic plane crash on Sunday afternoon. Witnesses reported seeing a fireball at the scene. Emergency services, including Essex Police, responded shortly after 4 p.m. local time. All flights scheduled for Monday have been rerouted, and passengers are advised to check with their airlines for the latest updates. Authorities have not yet confirmed the number of casualties.
Now, stay tuned for more international updates next week. സദാ അഭിഷേക നിറവിൽ ഡോക്ടർ മോർ സെവറിയോസ് എബ്രഹാം വലിയ മെത്രാപ്പോളിത്ത. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ സീനിയർ മെത്രാപ്പോളിത്ത ഡോക്ടർ മോർ സെവറിയോസ് എബ്രഹാം വലിയ മെത്രാപ്പോളിത്തയ്ക്ക് ജന്മദിന ആശംസകൾ. സൗത്ത് വെസ്റ്റ് സോൺ ബാലകലോത്സവം 2025 ജൂലൈ 13 നടത്തപ്പെട്ടു. ഓവറോൾ വിന്നേഴ്സായി മോർ ബെസേലിയോസ് യെൽദോ ജെ സോസി ബ്രിസ്റ്റൽ, റണ്ണേഴ്സ് അപ്പ് അറ്റ് സെന്റ് സൈമൺ ജെ സോസി ഗ്ലൗചെസ്റ്റർ, തേർഡ് പ്ലേസ് സെന്റ് എഫ്രൈം ജെ സോസി കാർഡിഫ്. അടുത്തതായി ഇൻഡിവിജ്വൽ ചാമ്പ്യൻസ്. പ്രൈമറിയിൽ ഡിയോവാൻ ഡെന്നി സെന്റ് സൈമൺ ജെ സോസി ഗ്ലൗചെസ്റ്റർ, സബ് ജൂനിയേഴ്സിൽ ആൻ വിൻസ്റ്റൺ സെന്റ് എഫ്രൈം ജെ സോസി കാർഡിഫ്, ജൂനിയേഴ്സിൽ ക്രിസ്റ്റീന എൽദോസ് മോർ ബെസേലിയോസ് യെൽദോ ജെ സോസി ബ്രിസ്റ്റൽ, സീനിയേഴ്സിൽ ജൂവൽ അന്ന എൽദോ സെന്റ് സൈമൺ ജെ സോസി ഗ്ലൗചെസ്റ്റർ. A huge congratulations to all the winners and participants. പൗരസ്ത്യ സുവിശേഷം സമാജം മെത്രാപ്പോളിത്ത അഭിവന്ദ്യ മാർക്കോസ് മോർ ക്രിസ്തോസ്മോസ് തിരുമേനിയെ മാഞ്ചസ്റ്റർ യാക്കോബായ ഇടവകയിലെ വികാരി റെവറൻ ഫാദർ ലിലു വർഗീസ്, സഹവികാരി റെവറൻ ഫാദർ സനു മാത്യു, സെക്രട്ടറി ശ്രീ കെ ജെ കുര്യാക്കോസ്, ട്രസ്റ്റി ശ്രീ ആഷൻ പോൾ, MSOC ജോയിന്റ് സെക്രട്ടറി ശ്രീ ബിജോ ഏലിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ മറ്റ് അംഗങ്ങളും ചേർന്ന് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ സ്വീകരിച്ചു. MSOC UK 32ാമത് JSOC പ്രയർ ഫെലോഷിപ്പ് ജൂലൈ 19 ഓൺലൈനിൽ റെവറൻ ഫാദർ ബിനു സാബു ചാത്തോത്തിന്റെ വചന ശുശ്രൂഷയോടുകൂടി നടത്തപ്പെട്ടു. പോർട്സ്മത്ത് സെന്റ് തോമസ് യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുനാൾ ജൂലൈ 12-13 തീയതികളിൽ അഭിവന്ദ്യ മാർക്കോസ് മോർ ക്രിസ്തോസ്തമോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. തിരുനാളിനോടനുബന്ധിച്ച് സൺഡേ സ്കൂളിന്റെയും വനിതാ സമാജത്തിന്റെയും വാർഷികവും നടത്തപ്പെട്ടു. ഇതോടുകൂടി MSOC UK വീക്ക്ലി റൗണ്ട് അപ്പ് ഇവിടെ സമാപിക്കുന്നു. അടുത്തയാഴ്ച പുതിയ വാർത്തകളുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.